ഓപ്പറേഷൻ നുംഖൂർ ഒരു പടി കൂടി മുന്നോട്ട് പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് ഒരു കാർ കൂടി ഇന്ന് കസ്റ്റംസ് കസ്റ്റഡിയിലെടുത്തു. നടൻ ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള കാറാണ്. നിസാൽ പെട്രോൾ കാറിന്റെ മൂന്നാമത്തെ ഉടമയാണ് ദുൽഖർ എന്ന് കസ്റ്റംസ് പറയുന്നു. ഒന്നാമത്തെ ഉടമയായി ആർമി ഉദ്യോഗസ്ഥന്റെ പേരിൽ വ്യാജമായ രജിസ്ട്രേഷൻ നടത്തിയെന്ന് കസ്റ്റംസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. വെണ്ണലയിലെ ഫ്ളാറ്റിൽ നിന്നാണ് നിസാൻ പെട്രോൾ കാർ കസ്റ്റഡിയിലെടുത്തത്. കർണാടക രജിസ്ട്രേഷനുള്ള ഈ കാർ ഫ്ളാറ്റിലെ പാർക്കിംഗിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. കൊച്ചിയിൽ നിന്ന് റിയ ബേബി നമുക്കൊപ്പം ചേരുന്നുണ്ട്. റിയ, കസ്റ്റഡിയിലെടുത്ത കാർ വിട്ടുകിട്ടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ദുൽഖർ ഹൈക്കോടതിയിൽ ഇന്നലെയാണ് പോയത്. ഇപ്പോൾ കസ്റ്റംസ് അടുത്ത കാർ കൂടി പിടിച്ചെടുക്കുകയാണ്. ഇനി എന്ത്? ഓപ്പറേഷൻ നുംഖൂറിന്റെ ഭാഗമായി കസ്റ്റംസ് സംഘം ദുൽഖർ സൽമാന്റെ ഉടമസ്ഥതയിലുള്ള നിസാൻ പെട്രോൾ വാഹനമാണ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്. കർണാടക രജിസ്ട്രേഷനിലുള്ള KS 01 MV 9663 എന്ന വാഹനമാണിപ്പോൾ വെണ്ണലയിലുള്ള ദുൽഖറിന്റെ ബന്ധുവിന്റെ ഫ്ളാറ്റിൽ നിന്ന് കസ്റ്റംസ് സംഘം പിടികൂടിയത്. നേരത്തെ തന്നെ 4 വാഹനങ്ങൾ ദുൽഖറിന്റെ പക്കൽ ഇത്തരത്തിൽ ഈ ഭൂട്ടാനിൽ നിന്നുള്ള വാഹന കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിലെത്തിയ 4 വാഹനങ്ങൾ ദുൽഖറിന്റെ പക്കലുണ്ടെന്നതായിരുന്നു കസ്റ്റംസിന്റെ വാദം. അതിൽ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തിരുന്നു. മറ്റു 2 വാഹനങ്ങൾ കൂടി പിടിച്ചെടുക്കാനുണ്ട് എന്നത് കസ്റ്റംസ് അറിയിച്ചിരുന്നു. അതിൽ ഒരു വാഹനമാണിപ്പോൾ റെഡ് കളറിലുള്ള നിസാൻ പെട്രോൾ വാഹനമാണ് വെണ്ണലയിലെ ദുൽഖറിന്റെ ബന്ധുവിന്റെ ഒരു ഫ്ളാറ്റിൽ നിന്ന് കസ്റ്റംസ് സംഘം പിടിച്ചെടുത്തത്. കസ്റ്റംസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് വിശദമായ പരിശോധന ആരംഭിച്ചിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും കസ്റ്റംസ് സംഘം പറയുന്നത് ഈ ആർമി ഉദ്യോഗസ്ഥരുടെയും എംബസി ഉദ്യോഗസ്ഥരുടെയും ഒക്കെ വ്യാജ സീലും പേരും ഉപയോഗിച്ചാണ് ഇടനിലക്കാർ ഈ ഭൂട്ടാനിൽ നിന്ന് വാഹനങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അതിൽ ഒരു വാഹനമാണിത്. ഇതിന്റെ ഫസ്റ്റ് ഓണർ രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നത് ആർമി ഉദ്യോഗസ്ഥന്റെ പേരിൽ വ്യാജമായി രേഖകളും സീലും മറ്റും തരപ്പെടുത്തിയാണ്. അതിനുശേഷം ഒരു ഹിമാചൽ സ്വദേശിയുടെ പേരിൽ 2ാം രജിസ്ട്രേഷൻ നടത്തിയിരിക്കുന്നു. 3ാമത്തെ ഓണറായാണ് ദുൽഖർ സൽമാൻ വരുന്നത്. അതുകൊണ്ട് തന്നെ വിശദമായ ഒരു പരിശോധനയിലേക്ക് കസ്റ്റംസ് പോകുന്നത്. കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ഇന്നലെ ഹൈക്കോടതിയിലേക്ക് പോയപ്പോൾ ദുൽഖർ പറഞ്ഞത് എല്ലാ രേഖകളും തന്റെ കയ്യിലുണ്ടായിരുന്നു. താൻ അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കൈമാറി. പക്ഷെ അത് പരിശോധിക്കാൻ പോലും ഉദ്യോഗസ്ഥർ തയ്യാറായിരുന്നില്ല എന്നാണ്. ഇപ്പോൾ ഒരു കാർ കൂടി കസ്റ്റഡിയിലെത്തിയിരിക്കുകയാണ്. ഇനി കസ്റ്റംസിന്റെ അടുത്ത നീക്കം എന്താണെന്നുള്ളതാണ് അറിയേണ്ടത്.